അതായത് വർക്കർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന് ഇല്ല, പകരം ജൂനിയർ ടെക്നീഷ്യൻ എന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നൽകുന്ന ഒരു പോസ്റ്റാണ് വർക്കർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ഇപ്പോൾ പുതിയൊരു നാമകരണമൊക്കെ വന്നിട്ടുണ്ട്. KSEBിയിൽ വന്നിരിക്കുന്ന പുതിയ പേരെന്ന് പറയുന്നത് ജൂനിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 4000-ലധികം ഒഴിവുകൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഈ KSEBിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉരുണ്ടുകളി വന്നിട്ടുണ്ട്. PSC എല്ലാ അർത്ഥത്തിലും ഈ എക്സാമിന് വേണ്ടി തയ്യാറായിരുന്നു. എന്നാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇൻറ്റിമേഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാത്തത്. എന്തൊക്കെയാണ് KSEBിയുടെ ഈ ഒരു വർക്കർ പോസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു KSEBിയുടെ വർക്കർ തസ്തികയെ കുറിച്ചാണ്. നിലവിൽ ഇതൊരു ന്യൂസ് കട്ടിംഗ് ആണ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ന്യൂസ് കട്ടിംഗ് ആണ്. KSEBിയുടെ വർക്കർ തസ്തികയിൽ 4000-ലധികം ഒഴിവുകൾ. ഓക്കെ, അതായത് 4000-ലധികം ഒഴിവുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ലിസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി വർക്കർ പോസ്റ്റിൽ മുൻ വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4020 പോസ്റ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം നിയമനം നടന്നിട്ടുള്ള ഒരു എക്സാം ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആർക്കെല്ലാമാണ് ഈ അവസരം ലഭിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒഴിവുണ്ട്, വിജ്ഞാപനമില്ല, ഇരുട്ടിൽ തപ്പി KSEB എന്നാണ് ഈ ന്യൂസ് ഉള്ളത് അല്ലേ. അതായത് ഈ ഒഴിവ് ഇപ്പം നിലവിലുണ്ട്, 4000-ലധികം ഒഴിവ് ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് സ്ഥിര നിയമനം വൈകിപ്പിക്കുന്നത്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ന്യൂസ് ഒന്ന് ഏറ്റവും എന്താ പറയുക സമ്മറൈസ് ചെയ്ത് പറയാണ്. അതായത് നിലവിൽ ഇത്രത്തോളം ഒഴിവുകളുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് പുനർനിയമനം നൽകുക, കരാർ നിയമനങ്ങൾ നൽകുക. അങ്ങനെ ആവുന്ന സമയത്ത് സർക്കാരിന് എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ KSEBിക്ക് എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ബാധ്യതകൾ വരുന്നില്ല. സോ ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിപ്പിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ ഇനി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 3085-ലധികം ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈൻമാൻ ഗ്രേഡ് 2 തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ പോവുകയാണ്. അതായത് ഈ വർക്കർ പോസ്റ്റിൽ നിൽക്കുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾക്ക് ലൈൻമാൻ ഗ്രേഡ് 2 പോസ്റ്റുകളിലേക്കൊക്കെ പ്രൊമോഷനായിട്ട് വരാൻ പോവുകയാണ്. അതായത് ഇവിടെ കയറിയിട്ടുള്ള ആളുകൾക്കെല്ലാം പ്രൊമോഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെയുള്ള വേക്കൻസീസ് ഒരുപാട് വലിയ രീതിയിൽ നിലനിൽക്കും. മുൻ വർഷത്തിൽ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് 4ാം ക്ലാസ് വിജയമായിരുന്നു ഈ പോസ്റ്റിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് 10ാം ക്ലാസ് വിജയിച്ചവർ അപേക്ഷിക്കാൻ പാടില്ല എന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതായത് ഈ വർക്കർ പോസ്റ്റിൽ മുൻ വർഷങ്ങളിൽ സംഭവിച്ചൊരു കാര്യമാണ്. 4ാം ക്ലാസ് വിജയമായിരുന്നു യോഗ്യത, 10ാം ക്ലാസ് വിജയിക്കുന്നവർ അപേക്ഷിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജില്ലാതലത്തിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ 2013 സെപ്റ്റംബർ 30 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 14 ജില്ലകളിലായിട്ട് 4020 പേർക്ക് നിയമനങ്ങൾ ശുപാർശ ലഭിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ 514, കുറവ് വയനാട് 91 ആണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ, അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കേണ്ട 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇനി ജയിച്ചവർക്ക് ഇനി അവസരമില്ല എന്ന് വിചാരിക്കേണ്ട. ഈ പോസ്റ്റിനെ അടിമുടി മാറ്റാനാണ് KSEB തീരുമാനിച്ചിട്ടുള്ളത്. അതായത് വർക്കർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന് ഇല്ല, പകരം ജൂനിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് ഇനി മുതൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് തസ്തികയുടെ പേരും യോഗ്യതയും KSEB പുതുക്കിയിട്ടുണ്ട്. പേര് മാത്രമല്ല മാറ്റിയത്, യോഗ്യത പുതുക്കി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ജൂനിയർ ടെക്നീഷ്യൻ എന്നതാണ് പുതിയ പേര്. മുൻപ് 4ാം ക്ലാസ് വിജയമായിരുന്നു യോഗ്യതയെങ്കിൽ ഇപ്പോൾ 10ാം ക്ലാസ് വിജയവും ഇലക്ട്രിക്കൽ ഓർ വയർമാൻ കോഴ്സിൽ ITI സർട്ടിഫിക്കറ്റും വേണം. അതാണ് പോയിന്റ്. അതായത് ഇപ്പോൾ നിലവിൽ പുതിയ നിയമന അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം ജൂനിയർ ടെക്നീഷ്യൻ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ITI ഇലക്ട്രീഷ്യൻ പോസ്റ്റ് എന്ത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വയർമാൻ പോസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതേപോലെ മറ്റൊരു കണ്ടീഷൻ കൂടി ഉണ്ട്, ഇരുചക്ര വാഹന ലൈസൻസ് കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, 2 വീലർ ലൈസൻസ് കൂടി ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 4000-ലധികം ഒഴിവുകൾ വരുന്ന, അതേപോലെ ITI കഴിഞ്ഞ ആളുകൾക്ക് ഒരു പക്ഷേ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്നായിരിക്കും KSEB ലഭിക്കാൻ പോകുന്ന വർക്കർ പോസ്റ്റ്. അഥവാ ഇനി വർക്കർ പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ജൂനിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ്. അതുകൊണ്ട് ഈ പോസ്റ്റിലേക്ക് തയ്യാറായിരിക്കുക. നിങ്ങൾക്ക് ഏത് സമയവും ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഇത്തരം പോസ്റ്റുകളിൽ, അതായത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഇത്തരം വാർത്തകൾ നമ്മൾ എന്ത് ചെയ്യണം, പൊതുസമൂഹത്തിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം
ഇതുപോലെ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ KSEBിയുടെ ഭാഗത്തു നിന്നൊക്കെ ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഫേവറബിൾ അല്ലാത്ത രീതിയിലാണ് പല കാര്യങ്ങളും. ഇപ്പൊ KSEBിയുടെ കാര്യം നിങ്ങൾക്കറിയാം, KSEBിയുടെ സബ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ KSEBിയുടെ നിയമനങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റേജ് വന്ന സമയത്ത് മാധ്യമങ്ങളും അതേപോലെ തന്നെ യൂണിയൻ സംഘടനകളും എല്ലാം അതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ആളുകളും ഇതിനെതിരെ കൃത്യമായിട്ട് പ്രതികരിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രതികരണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ പ്രതികരണങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാര്യം ഇത്തരം വാർത്തകൾ നമ്മൾ എന്ത് ചെയ്യണം, ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ KSEBിയുടെ കണ്ണ് തുറക്കുകയുള്ളൂ. അതായത് KSEBിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇതിൽ വരുത്തിക്കൊണ്ട് PSCയിലേക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ PSC എല്ലാ അർത്ഥത്തിലും റെഡിയാണ് അല്ലേ. അതായത് പോസ്റ്റിന്റെ പേര് ജൂനിയർ ടെക്നീഷ്യൻ എന്ന് ആക്കിക്കൊണ്ട് അതേപോലെ യോഗ്യതകൾ 10ാം ക്ലാസ്സും ITIയും 2 വീലർ ലൈസൻസും ആക്കിക്കൊണ്ടെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കം PSC റെഡിയാണ്. പക്ഷേ ഒഴിവുണ്ട്, പക്ഷേ എന്തില്ല, വിജ്ഞാപനമില്ല. എത്രയും പെട്ടെന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കുക എന്നുള്ളത് തന്നെയാണ് PSC ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി KSEBിയിൽ നിന്നുള്ള ആ ഒരു ഇൻറ്റിമേഷനാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം KSEB ലഭിക്കാൻ പോകുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും. ജനങ്ങൾക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഈ ഒരു എന്താ പറയുക ഇതുപോലുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്തതായിട്ടുണ്ട്, നമ്മൾ കൂടി ഇൻവോൾവ് ചെയ്യണം. നമ്മളിത് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഒരു വാർത്തയെക്കുറിച്ച് അറിയാതെ പോയി കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു മാറ്റവും സംഭവിക്കില്ല. നിങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ട് ഇതിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന KSEBിയുടെ അധികാരികളൊക്കെ കാണുകയും അതിലൊരു മാറ്റം നമ്മൾ പ്രതീക്ഷയും ചെയ്യുന്നുണ്ട്. സോ ഇത്തരം പോസ്റ്റുകൾക്ക് വേണ്ടി തയ്യാറായിട്ടിരിക്കുക. അതിൻ്റെ പ്രിപ്പറേഷൻസുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.